തദ്ദേശ തെരഞ്ഞെടുപ്പിലെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പോളിംഗ് സമയം അവസാനിച്ചപ്പോൾ ചിലയിടങ്ങളിലൊക്കെ ക്യൂ തുടരുന്നുണ്ട്. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിലെ വോട്ടർമാരാണ് ഇന്ന് ബൂത്തിലെത്തിയത്. വിവിധയിടങ്ങളിൽ നിന്നും ഞങ്ങളുടെ റിപ്പോർട്ടർമാർ ചേരുന്നുണ്ട്. ആദ്യം ഗോകുലിലേക്ക് പോവുകയാണ്, പാലക്കാട് നിന്നും. ഗോകുൽ, പാലക്കാട് ഒരു തെരഞ്ഞെടുപ്പ് സാഹചര്യമൊക്കെ എങ്ങനെയായിരുന്നു? ഏറ്റവും ഒടുവിലായിട്ട് ഈ രാഷ്ട്രീയ സാഹചര്യമൊക്കെ രാഹുൽ എത്തിയതോടുകൂടി അങ്ങ് വല്ലാണ്ട് അങ്ങ് മാറുകയായിരുന്നു അല്ലേ? തെരഞ്ഞെടുപ്പിന് ശേഷമായാലും ഇനി രാഷ്ട്രീയ വാർത്തകൾ ഒഴുകിയെത്താനുള്ള ഒരു ഇടം കൂടിയായി ഇതാ ഇപ്പോൾ പാലക്കാട് മാറുകയാണ്. തീർച്ചയായും പാലക്കാട് 75% പോളിംഗ് രേഖപ്പെടുത്തിയത്. അതിൽ പാലക്കാട് നഗരസഭ നോക്കുകയാണെങ്കിൽ 63% മാത്രമേ പാലക്കാട് നഗരസഭയിലുള്ളൂ. അത് 5 മണി വരെയുള്ള കണക്കാണ്. 6 മണിയിലത്തെ കണക്ക് വരാനിരിക്കുന്നതേ ഉള്ളൂ. അത് വരുമ്പോൾ കുറച്ചുകൂടി വ്യത്യാസം ഉണ്ടാകും, അല്ലെങ്കിൽ മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. ഏതായാലും കഴിഞ്ഞ തവണത്തെ അത്രയും പോളിംഗ് നഗരസഭയിലേക്ക് എത്താനുള്ള സാധ്യത കുറവാണ്. കഴിഞ്ഞ തവണ 68% ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്തവണ 5 മണി വരെയും ഉള്ളത് ഒരുപക്ഷെ 68, അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ അതേപോലെ തന്നെ പാലക്കാട് നഗരസഭയിലേക്ക് കാര്യങ്ങൾ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഗ്രാമപ്രദേശങ്ങളിൽ നല്ല പോളിംഗ് ആണ് പല മേഖലകളിലും ഒക്കെ തന്നെ രേഖപ്പെടുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ രാവിലെ മുതലുള്ള നമ്മുടെയൊക്കെ ചോദ്യം, രാഹുൽ വോട്ട് ചെയ്യാൻ എത്തുമോ ഈ 15 ദിവസത്തെ ഈ ഒളിവ് ജീവിതം കഴിഞ്ഞതിന് ശേഷം MLA എത്തുമോ എന്നുള്ള വലിയ ചോദ്യമാണ് ഉണ്ടായിരുന്നത്. MLA എത്താനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ തന്നെ രാവിലെ മുതൽ തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. പക്ഷേ വളരെ പെട്ടെന്ന് അദ്ദേഹം 5 മണി അവിടെ അടുപ്പിച്ചാണ്. ഏകദേശം തെരഞ്ഞെടുപ്പ് വോട്ട് രേഖപ്പെടുത്തേണ്ടത് അവസാന സമയം 6 മണിയാണ്. അതിന് തൊട്ട് 1 മണിക്കൂർ മുൻപ് അദ്ദേഹം എത്തുകയും വോട്ട് രേഖപ്പെടുത്തി മടങ്ങുകയുമാണ് ചെയ്തത്. പല ചോദ്യങ്ങളോടും നമ്മൾ ചോദിച്ചെങ്കിലും അതിനൊന്നും തന്നെ രാഹുലിന് മറുപടിയും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ രാഹുൽ ഉള്ളത് പാലക്കാട്ടെ MLA ഓഫീസിലാണ്. അതിനപ്പുറത്തേക്ക് ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു മറുപടി പറയാൻ രാഹുൽ തയ്യാറായില്ല. ഏതായാലും ഇത് വരുന്നതോടെ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ വാർത്തകളിലൊന്ന് തന്നെ ഈ MLA എത്തുന്നതും വോട്ട് രേഖപ്പെടുത്തുന്നതും ആകുമെന്നുള്ളത് ഉറപ്പാണ്. ശരി, പാലക്കാടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഗോകുൽ നമ്മളടുത്ത് പങ്കുവച്ചത്. ഇനി കോഴിക്കോട്ടെ കാര്യമൊന്ന് നോക്കാം. മുഹമ്മദ് ഷഹീദാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഷഹീദ്, മികച്ച പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരിടമാണ് കോഴിക്കോട് എന്ന് പറയുന്നത്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ഏരിയയിലെല്ലാം തന്നെ മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചില ഇടങ്ങളിലൊക്കെ തന്നെയും പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും കോഴിക്കോട് ഒരു കാറ്റ് എങ്ങോട്ടായിരിക്കും എന്നത് സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ടല്ലേ? പക്ഷേ തീർച്ചയായും വലിയ പോളിംഗ് ആണ്, മികച്ച പോളിംഗ് ആണ് കോഴിക്കോട് ജില്ലയിൽ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏറ്റവും അന്തിമമായ കണക്ക് നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്നിടത്തോളം ഈ നഗരസഭകളിൽ ഏറെക്കുറെ 80%-ലധികം പോളിംഗിലേക്ക് പോകുമെന്നുള്ളതാണ് നമുക്കിപ്പോൾ ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഒപ്പം തന്നെയാണ് കോഴിക്കോട് കോർപ്പറേഷനിലും ഗ്രാമപഞ്ചായത്തുകളിലും സമാനമായ രീതിയിൽ 75-78%-ലേക്കും ഒരുപക്ഷെ 80%-ലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ ഏറെക്കുറെ സ്ഥലങ്ങളിലെല്ലാം പോളിംഗ് സമാധാനപരമായി പൂർത്തിയായിട്ടുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മാത്രമാണ് ആളുകൾക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി ഇപ്പോഴും ക്യൂ നിൽക്കുന്ന സാഹചര്യമുള്ളത്. അത് അവർക്ക് സ്ലിപ്പ് നൽകിയിട്ടുണ്ട്. അതിനുള്ള ചില നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി, അതായത് വോട്ടിങ്ങിന് വേണ്ടിയിട്ട് ആ കോമ്പൗണ്ടിൽ എത്തിയ ആളുകൾക്ക് മുഴുവൻ വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഇപ്പോൾ തയ്യാറാക്കിയിട്ട്. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് മടവൂർ പഞ്ചായത്തിലാണ്. വലിയ പോരാട്ടം, വാശിയേറിയ പോരാട്ടം നടക്കുന്ന ഒരു സ്ഥലമാണ്. ഈ പോളിംഗ് കഴിഞ്ഞ് ഇവിടെ പോളിംഗ് പൂർത്തിയായി. പക്ഷേ പോളിംഗ് പൂർത്തിയായി കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പോളിംഗ് പൂർത്തിയായി കഴിഞ്ഞാൽ അതിൽ രാഷ്ട്രീയ ചർച്ചകൾ അവസാനിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. വലിയ ആവേശ പോരാട്ടം നടന്ന ഒരു സ്ഥലമാണ് മടവൂർ പഞ്ചായത്ത്. അതിൻ്റെ അനുരണനങ്ങളാണ് പോളിംഗിന് ശേഷം ഇപ്പോൾ കാണുന്നത്. വലിയ പോരാട്ടമായിരുന്നു ഇവിടെ. തികച്ചും വലിയ പോരാട്ടം പറയാനുള്ള സാഹചര്യം ഇവിടെ അല്ല. കാരണം ഒരു നിഷ്പക്ഷമായ രീതിയിൽ, സമാധാനപരമായ രീതിയിൽ ഒരു ഇലക്ഷൻ നടക്കുന്ന ഈ ആളുകൾ അത് പിരിഞ്ഞു പോകുന്നില്ലല്ലോ. 6 മണിക്ക് ഇപ്പം പോളിംഗ് പൂർത്തിയാകുള്ളൂ. ഒരു ആവശ്യത്തിൻ്റെ ഒരു രീതിയിലുള്ള ഒരു ഇറക്കാണ് ഇപ്പോൾ ഉണ്ടായത്. കാരണം വ്യക്തമായ രീതിയിലുള്ള ഒരു ലീഡ് പ്രതീക്ഷ കൊണ്ട് UDF-ന്റെ അനുഭാവികളാണ് ഇപ്പോൾ. വോട്ടെടുപ്പൊക്കെ കഴിഞ്ഞു, പക്ഷേ രാഷ്ട്രീയ ചർച്ച അവസാനിക്കുന്നില്ല എന്നുള്ളതാണോ? ഇല്ല, അവസാനിക്കില്ല. മുമ്പോട്ട് പോകുന്നു. തീർച്ചയായിട്ടും രാഷ്ട്രീയ ചർച്ചകൾ ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഈ പ്രദേശത്തെ സംബന്ധിച്ചുള്ള സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാഷ്ട്രീയം ഇവിടെ ചർച്ച ചെയ്തില്ല എന്നുള്ളതാണ്. കാരണം ഈ ഒരു 10 വർഷത്തോളമായി പിണറായി സർക്കാർ അധികാരത്തിലിരിക്കുന്ന ഈ സമയത്ത് ഈ അവസാന ഈ ഫൈനൽ ലാപ്പിൽ ഒരു സെമിഫൈനൽ തെരഞ്ഞെടുപ്പായിരുന്നു ഈ പഞ്ചായത്ത് ഇലക്ഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു രീതിയിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയപരമായ തെരഞ്ഞെടുപ്പ് ഇവിടെ ഉണ്ടായില്ല. ആ തരത്തിൽ തന്നെയാണ് ആളുകൾക്ക് പലതരത്തിലുള്ള സങ്കടങ്ങളാണ് ആളുകൾക്ക് പറയാനുള്ളത്. ആ തരത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പോരാട്ടം പ്രതീക്ഷിച്ചത്, പക്ഷേ ആ ഫൈറ്റ് ഉണ്ടായില്ല എന്നുള്ളതാണ് ഇപ്പോൾ മടവൂർ പഞ്ചായത്തിലെ 12ാം വാർഡിലെ നാട്ടുകാർ പറഞ്ഞത്. ഏതായാലും പോളിംഗ് ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ചുരുക്കം ചില ബൂത്തുകളിൽ മാത്രമാണ് ആളുകൾ ഇപ്പോഴും വരി നിൽക്കുന്നത്. മറ്റുള്ള ഇടങ്ങളിലെല്ലാം പോളിംഗ് വളരെ സുഖമായി പൂർത്തിയായി. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മാത്രമാണ് അനിഷ്ട സംഭവമുള്ളത്. അതിനിടെ രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിൽ ഒരു കള്ളവോട്ട് ആരോപണവുമായി
ഒരു പരാതി പോളിംഗ് രംഗത്ത് വന്നിട്ടുണ്ട്. ശരി, മുഹമ്മദ് ഷഹീദാണ് കോഴിക്കോട് നിന്നുള്ള വിവരങ്ങളൊക്കെ നൽകിയത്. പോളിംഗ് അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. ചിലയിടത്ത് മാത്രം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മളിനി വയനാട്ടിലേക്ക് പോവുകയാണ്. എം കമലാണ് വയനാട്ടിൽ നിന്നും വിവരങ്ങളുമായി ചേർന്നത്. കമൽ, ഗംഭീര പോളിംഗ് എന്ന് മാത്രമല്ല ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വയനാടാണല്ലേ? പൂജ, ഏറ്റവും ഒടുവിൽ ലഭിച്ച കണക്കനുസരിച്ച് 76.99, അതായത് 77% പോളിംഗ് എത്തിയിരിക്കുന്നു. അതിൽ ഇനിയും അപ്ഡേഷൻ വരും, കാരണം അവസാന കണക്കുകൾ ഇനിയും വരേണ്ടതുണ്ട്. ഇതിപ്പോൾ 6 മണി എന്ന് പറഞ്ഞൊരു കണക്ക് തന്നിട്ടുണ്ടെങ്കിൽ കൂടി അതിൽ ഇനിയും അപ്ഡേഷൻ വരുമെന്ന് ഉറപ്പാണ്. അപ്പോൾ അതൊരു 78-79% ഒരുപക്ഷെ എത്താം. വയനാട്ടിൽ ഗ്രാമപ്രദേശങ്ങളിൽ എല്ലാ സമയത്തും നീണ്ട ക്യൂ ആണ് വോട്ട് രേഖപ്പെടുത്താൻ ഉണ്ടായിരുന്നത്. ഗ്രാമപഞ്ചായത്തുകളിലൊക്കെ നല്ല രീതിയിലുള്ള പോളിംഗ് നടന്നു. നഗരസഭകളിലാണെങ്കിലും വൈകുന്നേരമൊക്കെ തിരക്ക് കുറഞ്ഞെങ്കിൽ കൂടി ആളുകൾ കൂട്ടം കൂട്ടമായി വന്ന വോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. രാവിലെ മുതൽ അതായിരുന്നു സ്ഥിതി. രാവിലെ നല്ല തണുപ്പായിരുന്നു ജില്ലയിലൊട്ടാകെ. പക്ഷേ എന്നിട്ടും വോട്ടർമാരുടെ എണ്ണത്തിൽ കുറവൊന്നും ഉണ്ടായിരുന്നില്ല. വലിയൊരു പോളിംഗ് ശതമാനം തന്നെ അന്തിമ കണക്ക് വരുമ്പോൾ ജില്ലയിൽ രേഖപ്പെടുത്തുമെന്നുറപ്പാണ്. എവിടെയും അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. എല്ലാ ശ്രദ്ധയും ചൂരൽമല മേഖലയിലായിരുന്നു. അവിടെ നല്ല പോളിംഗ് രേഖപ്പെടുത്തി. പ്രത്യേക ബസ് സർവീസൊക്കെ അങ്ങോട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പെടുത്തിയിരുന്നു. പല ഭാഗങ്ങളിൽ താമസിക്കുന്ന അതിജീവിതരൊക്കെ വന്ന് വോട്ട് ചെയ്തു. വളരെ ശാന്തമായ രീതിയിലാണ് വയനാട്ടിൽ പോളിംഗ് പൂർത്തിയായത്. അപൂർവം ചില സ്ഥലങ്ങളിൽ മാത്രമാണ് 6 മണിക്ക് ശേഷം വോട്ടിംഗ് നടക്കുന്നത്. മിക്കവാറും എല്ലായിടത്തും പോളിംഗ് പൂർത്തിയായി കഴിഞ്ഞു. ശരി, 76.99% അത്രയാണ് ഇപ്പോൾ വയനാട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും ഒടുവിലത്തെ കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വയനാട്ടിലാണ്. ശരിക്കും കണക്കുകളൊക്കെ ഇനി ഇങ്ങനെ വരേണ്ടതായിട്ടുണ്ട്. നമ്മൾ കാസർഗോഡേക്ക് ഒന്ന് പോവുകയാണ്. കാസർഗോഡ് നിന്നും രാഹുൽ ജിനാഥ് ആണ് നമ്മളോടൊപ്പം ചേരുന്നത്. രാഹുൽ, ഇപ്പോൾ പോളിംഗ് അങ്ങനെ അവസാനിച്ചു വരുമ്പോൾ കാസർഗോഡെ ഒരു സ്ഥിതി എങ്ങനെയായിരുന്നു? എവിടെയെങ്കിലുമൊക്കെ ഇപ്പോഴും ക്യൂ ഒക്കെ ഉണ്ടോ? പൂജ, ഞാൻ നിൽക്കുന്ന എൻ്റെ തൊട്ടു പിറകിൽ ആ വലിയ ക്യൂ കാണാം. ഇത് ഉദുമ അരമങ്ങാനം 5-ാം വാർഡിലാണ് ഈ കാഴ്ച കാണാൻ കഴിയുന്നത്. കാരണം ഇവിടെ 2.5 മണിക്കൂറാണ് യന്ത്ര തകരാറ്, ഈ വോട്ടിംഗ് മെഷീൻ്റെ തകരാറ് മൂലം വൈകിയത്. അങ്ങനെ 177 പേർക്ക് 6 മണിക്ക് ശേഷം ടോക്കൺ നൽകിയിട്ടുണ്ട്. അവർക്കൂടി വോട്ട് ചെയ്യാനുള്ള അവസരമുണ്ടാകും. ഏറ്റവും പ്രധാനമായി 5:30 മണിവരെയുള്ള കണക്കിൽ കാസർഗോഡ് ജില്ലയിൽ 70.08% വോട്ടാണ് രേഖപ്പെടുത്തിയത്. അതായത് നല്ല ശതമാനം വോട്ട് രേഖപ്പെടുത്തുന്നു എന്ന് കാണാം. ഒപ്പം ഇത്ര പേർ കൂടി ഇങ്ങനെ ഇവിടെ ഏറ്റവും പ്രധാനമായി ഉദുമയിലെ ഈ പ്രദേശത്ത്, അരമങ്ങാനം പ്രദേശത്താണ് ഇത്തരത്തിൽ ആളുകൾ കൂടി നിൽക്കുന്നത്. കുറേയധികം സമയം നിൽക്കുന്നു. കാത്തു നിന്ന് കുഴഞ്ഞോ? എത്ര സമയമായി? 3 മണിക്ക് വന്നു. 3 മണിക്ക് വന്നതാണ്. ആണോ? ഇനി ഒരു 2 തൂണൂടെ കഴിഞ്ഞാൽ വോട്ട് ചെയ്യാന്നുള്ള പ്രതീക്ഷയിലാണ് അല്ലേ? കുറെ സമയമായോ? 3 മണിക്ക് തന്നെ വന്നു. ക്ഷീണിച്ചോ? അതിന്റെ ഇടയിൽ പോയി 2 മണിയാകുമ്പോ വന്നിട്ട് പോയിരിക്കാം. ഇടയ്ക്ക് പറഞ്ഞു യന്ത്ര തകരാറാണെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് 2 മണിക്ക് ആദ്യം വന്നത്. അപ്പൊ അങ്ങനെ ഈ ആളുകൾക്ക് പറഞ്ഞെങ്കിൽ പോലും അവർക്ക് കാത്തു നിൽക്കേണ്ട ഒരു സ്ഥിതിയാണ് ഇവിടെ ഉള്ളതാണ്. നീണ്ട ക്യൂ ആണ്. അവർക്കെല്ലാം ടോക്കൺ നൽകിയിട്ടുണ്ട്. അവർ വോട്ട് ചെയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അവരെല്ലാവരും ഉള്ളത്. ചേട്ടാ, ഇത് വലിയ ബുദ്ധിമുട്ടായില്ലേ? കാത്തു നിൽക്കുകയാണ് ഇപ്പോഴും. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ രാവിലെ തുടങ്ങിയിട്ട് മെഷീൻ കുറച്ച് സമയം കേടാതേ ഉള്ളൂ. പക്ഷേ ആൾക്കാർ ഇപ്പോഴും പകുതിയിലധികം ആൾക്കാർ വോട്ട് ചെയ്യാനുണ്ട്. ഇനി അങ്ങനത്തെ പ്രശ്നമായിരുന്നു. പോളിംഗ് ഓഫീസർമാരുടെ കുറച്ച് അനാസ്ഥ ഉണ്ടായിരുന്നു. 1100 വോട്ടാണ് ഇവിടെ ഉള്ളത് അല്ലേ? 1150 സംതിങ് ഉണ്ട്. നിങ്ങളിപ്പോൾ എത്ര സമയം ഇവിടെ നിൽക്കുന്നു? നമ്മളിപ്പോൾ ഏകദേശം 2 മണിക്കൂറിന് മേലെ ഇവിടെ നിൽക്കുന്നു. ആ യന്ത്ര തകരാറ് മൂലം വേണ്ട 2.5-3 മണിക്കൂറോളം നഷ്ടപ്പെട്ടു. രാവിലെ ഒരു 3/4 മണിക്കൂർ രാവിലെ പോയി. ഇപ്പോൾ ഒരു ഉച്ചയ്ക്ക് ശേഷം ഒരു 3 മണിക്കൂർ 2 മണിക്കൂറിൻ്റെ അടുത്ത് 2 മണിക്കൂറിൽ കൂടുതൽ പോയി. അതാണ് ഇത്ര റഷായ കാരണം. ഇതുവരെ ഈ അരമങ്ങാനത്തിൻ്റെ ചരിത്രമാണ് ഇത് ഇങ്ങനെ ഇതുവരെ ആയത്. ഇത് എല്ലാവർക്കും ഒരു പാടാണ് ഇത്. ഞാൻ വന്നപ്പോഴേ കാണുന്നുണ്ട്. ഇവിടെ വരെ നമുക്ക് എത്താനായുള്ളൂ നടന്നില്ലേ? അതെ. അത് മാത്രമല്ല, സൂലാതൊരാളും മറ്റേ സ്റ്റെഡിലായിട്ടുള്ള ഒരാളും 15 വയസ്സായി ഇവിടെ നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൂപ്പര് പറഞ്ഞ മാതിരി ഇത് ആദ്യമായിട്ടുള്ളൊരു സംഭവം. പിന്നെ വോട്ട് നമ്മൾ കൊടുക്കണ്ടേ എന്നുള്ള ആ ഒരു ഉത്തരവാദിത്തത്തിൽ നിൽക്കുകയാണ്. അത്രേ ഉള്ളൂ. സന്തോഷം. ഇവിടെ വന്ന ഘട്ടത്തിൽ തന്നെ ഇവിടെയുള്ളവർ പറഞ്ഞത് അരമങ്ങാനത്തെ ഈ വാർഡുമായി ബന്ധപ്പെട്ട് ഇവിടെ വോട്ടർമാർ 1000-ലധികം ഉണ്ട്. അതുകൊണ്ട് തന്നെ 2 ബൂത്ത് ആക്കണം എന്നുള്ള ആവശ്യമൊക്കെ ആദ്യഘട്ടത്തിൽ ഉന്നയിച്ചിരുന്നു. സംബന്ധിച്ച് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. നീണ്ട ക്യൂ കാണാൻ പറ്റും. അതേസമയം തന്നെ ഒരു കള്ളവോട്ടിന് ശ്രമം എന്നുള്ളൊരു പ്രശ്നം കൂടി കാസർഗോഡ് ചെറുവത്തൂർ പഞ്ചായത്തിലെ കാലിക്കടവിൽ നിന്നും
വരുന്നുണ്ട്. അവിടെ പരാതി നൽകിയ UDF ബൂത്ത് ഏജന്റുമാർക്ക് നേരെ അക്രമമുണ്ടായി. CPM പ്രവർത്തകർ UDF പ്രവർത്തകരെ ആക്രമിച്ചു എന്നതുൾപ്പെടെയുള്ള വിവരം കൂടി കാസർഗോഡ് നിന്ന് ലഭിക്കുന്നുണ്ട്. ഇങ്ങനെ ചിലയിടങ്ങളിലൊക്കെ ആയിട്ട് പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ പോളിംഗ് സമയം കഴിഞ്ഞിട്ട് കൂടിയും 6 മണിക്ക് ശേഷം പലയിടങ്ങളിലൊക്കെ ക്യൂ ഒക്കെ തുടരുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോവുകയാണ്. ഇനി തൃശ്ശൂരിലേക്കൊന്ന് പോകാം. തൃശ്ശൂരിൽ നിന്നും ലിഷോയ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ലിഷോയ്, 71.31 തൃശ്ശൂരിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ലിഷോയ് എവിടെയാണ് നിൽക്കുന്നത്? അവിടുത്തെ പോളിംഗ് എല്ലായിടത്തും എങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ? എവിടെയെങ്കിലുമൊക്കെ ഇതേപോലെ ക്യൂവോ മറ്റ് പ്രശ്നങ്ങളോ എന്തെങ്കിലും തന്നെയുണ്ടോ? ഒപ്പം തന്നെ ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ എങ്ങനെയാണ് ഇതിന് ശേഷമൊക്കെ പ്രതികരിക്കുന്നത്? ചിലയിടങ്ങളിൽ മാത്രം അല്പം ക്യൂ ഉണ്ട്. ഞാൻ നിൽക്കുന്നത് വിയൂർ മണലാർക്കാവിലാണ്. ഇവിടെ ഇത് പോളിംഗ് അവസാനിച്ചു. അതിന് പോളിംഗ് സ്റ്റേഷന് മുൻപിൽ നിൽക്കുന്ന ആളുകളെയാണ് നമ്മളിപ്പോൾ ഇതൊക്കെ തന്നെ കാണുന്നത്. എല്ലാവരും തന്നെ ഒരു ആവേശത്തിൽ തന്നെയാണ്. തൃശ്ശൂർ ജില്ലയിൽ 71.31% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 6 മണി വരെയുള്ള കണക്കാണ് ഇത്. അതിനുശേഷമുള്ള ഇനിയുള്ള കണക്കുകളൊക്കെ തന്നെ ഇനി പുറത്തു വരേണ്ടതുണ്ട്. അന്തിമമായ കണക്ക് പുറത്തു വരേണ്ടതുണ്ട്. പക്ഷേ കഴിഞ്ഞ വർഷത്തെ പോളിംഗിനേക്കാൾ പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഈ തൃശ്ശൂരിനെ സംബന്ധിച്ച് പറയാനുള്ളത്. മാത്രമല്ല കോർപ്പറേഷൻ പരിധിയിലും ഇപ്പോൾ പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ട്. അതായത് കഴിഞ്ഞ തവണ ഇത്തവണ കോർപ്പറേഷനിലുള്ളത് 61.21% വോട്ടാണ് നിലവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഇതിൽ കൂടുതൽ ആണ് ഈ തൃശ്ശൂർ കോർപ്പറേഷൻ പരിധിയിൽ ഉണ്ടായിരുന്നത്. ഇവിടെയൊക്കെ തന്നെ ആളുകളൊക്കെ തന്നെ ഈ കാത്തു നിൽക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുണ്ട്. അതിനോടൊപ്പം തന്നെ എനിക്കിപ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ കൂടെ കിട്ടിയിട്ടുണ്ട്. എന്നെ പഠിപ്പിച്ച അധ്യാപിക കൂടിയാണ്. എന്തായി ടീച്ചറെ, ജയിക്കുമോ? 100%. ഈ പോളിംഗ് ശതമാനം കുറവാണല്ലോ. പോളിംഗ് ശതമാനം കുറയാനായിട്ട് കുറച്ച് കാരണങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള പല വിദ്യാർത്ഥികളും ചെറുപ്പക്കാർ വിദേശങ്ങളിലാണ്. പിന്നെ ചെറുപ്പക്കാർക്ക് വോട്ടിങ്ങിനോടൊരു താല്പര്യം കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. അതൊക്കെ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരിക്കും ബാധിക്കുക? തെരഞ്ഞെടുപ്പിൽ അത് ബാധിക്കുന്നില്ല. പെർസെൻറ്റേജിൽ കുറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല. മോദിയുടെ സുരേഷ് ഗോപിയുടെയും പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടുകാർക്ക് BJPയിൽ കൂടുതൽ വിശ്വാസം. BJP സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ BJPയും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. അപ്പുറത്ത് കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ മറ്റ് പാർട്ടികളുടെയും ഒക്കെ തന്നെ പ്രതിനിധികളുണ്ട്. എങ്ങനെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് എങ്ങനെയുണ്ട് മൊത്തത്തിലൊരു വിലയിരുത്തൽ? തൃശ്ശൂരിൽ വോട്ടിംഗ് പേഴ്സണൊക്കെ കുറവാണല്ലോ. ഇവിടെ വളരെ കൂടുതലാണ്. ഇവിടെ കൂടുതലാണല്ലോ. നമ്മുടെ ഈ 77% ഈ മേഖലയിൽ കോർപ്പറേഷൻ പരിധിയിൽ കഴിഞ്ഞ തവണത്തേനേക്കാൾ ഇതുവരെയുള്ള കണക്ക് പ്രകാരം കുറഞ്ഞിരിക്കുകയാണ്. നഗരപ്രദേശത്ത് കുറച്ച് കുറവുണ്ട്. കാലത്ത് ഇത്തിരി മന്ദഗതിയിലായിരുന്നു. പക്ഷെ വൈകുന്നേരം ആയപ്പോഴേക്കും കൂടിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏത് രീതിക്കായിരിക്കും ഇത്തവണത്തെ ഒരു തെരഞ്ഞെടുപ്പ് ഫലം? ഇനിയിപ്പോൾ അതിന്റെ കണക്കൂട്ടലായിരിക്കുമല്ലോ അല്ലേ? വോട്ട് ചെയ്യേണ്ടവരൊക്കെ എത്തിയായിരുന്നോ? നിങ്ങളുടെ ആൾക്കാരൊക്കെ എത്തിയിരുന്നോ? ഞങ്ങളുടെ പരമാവധി വോട്ടർമാരെ ഇവിടെ ബൂത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. വലിയൊരു വിജയം നേടും എന്നുള്ളത് തന്നെയാണ്. തൃശ്ശൂർ കോർപ്പറേഷൻ UDF ഭരിക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. തീർച്ചയായും അവരും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ഒരുപാട് ആളുകളും ഇപ്പുറത്തൊക്കെ തന്നെ എല്ലാവരും തന്നെ കാത്തിരിക്കുകയാണ്. ഇനിയിപ്പോ വോട്ടെണ്ണൽ ദിനത്തിനായുള്ള കാത്തിരിപ്പാണ്. അതേസമയം തന്നെ മറ്റന്നാൾ അറിയാം ഇനി എന്തായിരിക്കും എന്നുള്ളത്. തൃശ്ശൂരിലെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ലിഷോയ് പറഞ്ഞത്. അങ്ങനെ പല പ്രതികരണങ്ങൾ. ലിഷോയുടെ അധ്യാപികയൊക്കെയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിയായിട്ടുള്ളത്. ആ ടീച്ചറുടെ അടുത്തൊക്കെയാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചു പോയതും. ഇനി കണ്ണൂരിലേക്കൊന്ന് പോവുകയാണ്. കണ്ണൂരിലുള്ളത് ജിബിൻ JB ആണ്. ജിബിൻ, എങ്ങനെയുണ്ട് കണ്ണൂരിൽ മൊത്തത്തെ ഒരു സാഹചര്യം? ഒപ്പം എനിക്ക് തോന്നുന്നു ജിബിൻ നിൽക്കുന്നിടത്താണോ ഈ ഐക്യര വാർഡിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നീണ്ട ക്യൂ ഒക്കെ ഉണ്ട്. പല വിധത്തിലുള്ള എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? എങ്ങനെയാണ് അവിടുത്തെ ഒരു അവസ്ഥ? പൂജ, ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ കോർപ്പറേഷനിലെ ഐക്യര വാർഡിലാണ്. അല്പസമയം മുമ്പ് ഒരു ചെറിയൊരു സംഘർഷ സാധ്യതയുണ്ട്. പക്ഷേ ഇതൊരു പ്രശ്നബാധിത ബൂത്തല്ല. എങ്കിൽ പോലും ചെറിയൊരു സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കേന്ദ്രസേന ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി കേന്ദ്രസേന നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ വോട്ട് ചെയ്യാൻ എത്തുന്നവർക്ക് അകത്തേക്ക് പ്രവേശിക്കുന്നതിനൊക്കെ ചില വിലക്കുണ്ട്. അതായത് വോട്ട് ചെയ്യാൻ എത്തുന്നവരോടൊപ്പം ഒരാൾ മാത്രമാണ് അകത്തേക്ക് കടത്തി വിട്ടുകൊണ്ടിരുന്നത്. അതാണ് ചെറിയൊരു സംഘർഷാവസ്ഥ ഉണ്ടായത്. പാർട്ടി പ്രവർത്തകർ അത് എതിർക്കുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷേ കേന്ദ്രസേനയാണ്, അവർക്ക് മറ്റും നോക്കാനില്ല. അവർ ആ ആൾക്കാരുടെ എതിർപ്പ് വകവെച്ചുകൊണ്ട് അവരെല്ലാം ഇവിടെ നിന്ന് മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്തായാലും 6 മണിക്ക് ശേഷം ഒരു 12 പേർ മാത്രമാണ് ഈ ഐക്യര വാർഡിൽ ഇവിടെ ക്യൂ നിന്നിരുന്നത്. അവരും അവസാനത്തെ ആളും ഇപ്പോൾ വോട്ട് ചെയ്ത ശേഷം മടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം ഈ വോട്ടിംഗ് മെഷീനൊക്കെ സീൽ ചെയ്യുന്നതാണ് ഈ ഐക്യര വാർഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ണൂരിലെ പൊതുവായിട്ടുള്ളൊരു സ്ഥിതി പറയുകയാണെന്നുണ്ടെങ്കിൽ 75.76% 6.4 വരെയുള്ള കണക്ക് പ്രകാരം ഇവിടെ പോൾ ചെയ്തിരിക്കുന്ന വോട്ട്. അതിൽ കണ്ണൂർ കോർപ്പറേഷൻ മാത്രം കുറച്ച് കുറവുണ്ട്. കണ്ണൂർ കോർപ്പറേഷനിൽ 67% എത്തുന്നതേ ഉള്ളൂ നിലവിലെ വോട്ടിങ്ങിന്റെ ശതമാനം എന്ന് പറയുന്നത്. എന്തായാലും മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ
കാര്യമായ പ്രശ്നങ്ങൾ കണ്ണൂർ ജില്ലയിൽ ഇതുവരെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. ചെറിയ രീതിയിലുള്ള ഉന്തും തള്ളും പോലീസും പ്രവർത്തകരും തമ്മിലൊക്കെ ഉണ്ടായത് ഒഴിച്ചു മാറ്റിക്കഴിഞ്ഞാൽ കാര്യമായ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഈ വർഷം കണ്ണൂർ ജില്ലയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. പോലീസും കേന്ദ്ര സേനയൊക്കെ തന്നെ എല്ലാ പ്രശ്നബാധിത ബൂത്തുകളിലും ഉണ്ടായിരുന്നു. 2365 ബൂത്തുകളാണ് പൊതുവെ മുഴുവനായി ഇവിടെ ഉണ്ടായിരുന്നത്. അതിൽ 1100ഓളം ബൂത്തുകളാണ് പ്രശ്നബാധിത ബൂത്തുകളായി ഉണ്ടായിരുന്നത്. അവിടെ എല്ലാം തന്നെ ക്യാമറ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റു തർക്കങ്ങളൊന്നും ഉണ്ടാകില്ല എന്നുള്ള ഉറപ്പ് വരുത്തിയ ശേഷമാണ് ഈ തിരഞ്ഞെടുപ്പിലേക്ക് കടന്നത്. അതുകൊണ്ട് തന്നെയാണ് പോലീസിന്റെയും ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായ ജാഗ്രത മൂലമാണ് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ ഈ ഒരു തിരഞ്ഞെടുപ്പ് ഇപ്പോൾ പൂർത്തിയാക്കാൻ കണ്ണൂർ ജില്ലയിൽ സാധിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിൽ ഇനിയും ക്യൂ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ വിരളിൽ എണ്ണാവുന്ന ബൂത്തുകളിൽ മാത്രമാണ് കണ്ണൂർ ജില്ലയിൽ ഇപ്പോഴും ഈ വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. 6 മണിയോട് കൂടി തന്നെ ഈ ക്യൂ നേരത്തെ സ്കൂളിന്റെ കോമ്പൗണ്ടിന്റെ അകത്ത് സ്കൂൾ കോമ്പൗണ്ടിന്റെ അകത്ത് കയറിയവർക്ക് എല്ലാവർക്കും തന്നെ പോലീസ് നേരിട്ടെത്തി അവർക്ക് ടോക്കൺ നൽകിയിരുന്നു. 6 മണിക്ക് മുൻപാണ് അവർ എത്തിയത് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി അത്തരത്തിലുള്ള ആൾക്കാർ മാത്രമാണ് ഈ ക്യൂ ഉള്ള സ്ഥലങ്ങളിൽ പോലും ഇപ്പോൾ അകത്തുള്ളത്. അവർ കൂടി വോട്ടെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞാൽ അതും ചില ബൂത്തുകളിൽ മാത്രമേ അത്തരക്കാർ അവശേഷിക്കുകയുള്ളൂ. എന്തായാലും കണ്ണൂരിലെ വോട്ടിംഗ് ശാന്തമാണ്. ഏകദേശം എല്ലായിടത്തും തന്നെ എല്ലാ ബൂത്തുകളിലും നീണ്ട നിരയുണ്ടായിരുന്നിടത്ത് എല്ലാം തന്നെ എല്ലാവരും ഇപ്പോൾ വോട്ട് പൂർത്തീകരിച്ചിരിക്കുകയാണ്. അത് മാത്രമല്ല വോട്ടിംഗ് മെഷീന്റെ തകരാറോ യന്ത്ര പ്രശ്നങ്ങളോ ഒന്നും തന്നെ കണ്ണൂർ ജില്ലയിൽ ഒരിടത്തും ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ 6.4 വരെയുള്ള കണക്ക് പ്രകാരം കണ്ണൂർ ജില്ലയിൽ 75.6% നിലവിലെ പോളിംഗ് ശതമാനം എന്ന് പറയുന്നത്. കണ്ണൂർ നഗരസഭയിൽ മാത്രമാണ് ചെറിയ രീതിയിൽ ഒരു ഇടിവുണ്ടായിരിക്കുന്നത്. അവിടെ 67% മാത്രമേ നിലവിൽ വോട്ട് ശതമാനം എത്തിയിട്ടുള്ളൂ. പൂജ. ശരി, ജിബിൻ JB ആണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ രണ്ടാം ഘട്ടം മികച്ച പോളിംഗ് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനം. അങ്ങനെ ഓരോ ഇടത്തെയും വിവരങ്ങളാണ് ഇപ്പോൾ ഞങ്ങളുടെ വിവിധ റിപ്പോർട്ടർമാർ നൽകിയത്. അങ്ങനെ ഇനി വിധിക്കായുള്ള കാത്തിരിപ്പാണ്. അത് സമഗ്ര കവറേജുമായി മാതൃഭൂമി ന്യൂസും പ്രേക്ഷകരോടൊപ്പം തന്നെ ഉണ്ടാകും.